ഹായ് ഫ്രണ്ട്സ്, ഹെവൻ വേ ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ബാംഗ്ലൂരാണ് ഇപ്പോൾ ഉള്ളത്. ചെറുതായിട്ട് എല്ലാവരും പേടിച്ചു. ഇപ്പോൾ സമയം എന്താണെന്ന് വെച്ചാൽ 1:30 സമയമാണ്. ആ സമയത്ത് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുന്നത്. അതെന്താ വിശേഷം ഞാൻ വഴി പറഞ്ഞുതരാം. കസിൻ്റെ സമ്മത കല്യാണത്തിന് കേട്ടോ ഞങ്ങളിപ്പോൾ ബാംഗ്ലൂർ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ബ്രൈഡ് കേട്ടോ. പോലെയാണ് കന്യകമാരുടെ ഇടയിൽ എൻ്റെ ഓമന കാട്ടുമരങ്ങളുടെ ഇടയിൽ ആപ്പിൾ വൃക്ഷം മധുരം കൊടുക്കുന്ന ചടങ്ങ് നല്ലൊരു രസകരമായൊരു കാഴ്ചയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്, പ്രത്യേകിച്ച് മധുരം. ഇപ്പോൾ ഒരു വിധം സമ്മത കല്യാണത്തിനായാലും തലയിൽ കൈവച്ച് പാരൻസ് പ്രാർത്ഥിക്കുന്ന ഒരു കാലമാണ് ഞാൻ ഇപ്പോൾ കാണുന്നുണ്ട്. ഞങ്ങളുടെ ടൈമിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ലൊരു പരിപാടിയാണത്. ഇനി ഇവിടെ നിങ്ങൾ സ്തുതി കൊടുക്കാനുള്ള ചടങ്ങാണ്. എല്ലാവർക്കും സ്തുതി കൊടുക്കണം കൊച്ച്. വീഡിയോ ഞാനത്തെ സ്പീഡ് കൂട്ടാണ്, വേറെ ഒന്നല്ല കേട്ടോ. ഇത് ഒരുപാട് പേർക്ക് സ്തുതി കൊടുക്കാനുണ്ട്. ഈ അകത്ത് നിൽക്കുന്ന എല്ലാവർക്കും സ്തുതി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് എത്ര നീടും. അതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ടൊന്ന് സ്പീഡ് കൂട്ടാണ്. കണ്ട, ഇവർക്ക് എല്ലാവർക്കും സ്തുതി കൊടുക്കണം. പിന്നെ റൂമുകളിലും അവിടെയൊക്കെ ആൾക്കാർ നിൽക്കുന്ന കേട്ടോ. അവർക്ക് മാത്രമല്ല ഞാൻ പോയിട്ട് സ്തുതി കൊടുക്കുന്നുണ്ട്. സ്തുതി കൊടുക്കണം ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പള്ളിയിലേക്ക് പോകാനുള്ള ഒരുക്കപ്പാടാണ്. നമുക്ക് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങണേ. ഞങ്ങളുടെ റിലേറ്റീവ്സൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു വണ്ടിയിൽ കയറാനുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവരെ കൂടെ പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. ഞങ്ങൾ സ്വന്തം കുട്ടിക്ക് നാമം കേട്ടോ. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നിട്ട് ഒരുമിച്ച് പോകണം. കാരണം എൻ്റെ ചിരിക്കുകയാണ് ഗേസ്. കാരണം നന്നായി സന്തോഷം, നന്നായി ഓർത്ത് ചിരിക്കും ഞാൻ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇവിടെ പള്ളിയിലേക്ക് ഞങ്ങൾ പോവുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ പടിയുടെ അവിടെ അതൊരു ഗേറ്റിൻ്റെ അവിടെ നമുക്ക് പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ഒന്നും എഴുതിയിട്ടില്ല. എന്താ സംഭവം എനിക്കറിയില്ല. വേറെ സ്ഥലത്ത് എഴുതിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ കാരണം ഞങ്ങൾ ബന്ധുക്കളൊക്കെ ചെറുതായി പേടിച്ച് പോയിട്ട് ഞാനും എൻ്റെ മോളും എൻ്റെ അനിയത്തിയും കൂടിയിട്ടാണ് ബാംഗ്ലൂർ പോയത്. അതായത് തൃശ്ശൂരിൽ നിന്നാണ് ഞങ്ങൾ ട്രെയിനിൽ പോവുകയാണെങ്കിൽ അവിടെ രാത്രി ഒരു 8 മണിക്കുള്ളിൽ ഞങ്ങൾ എത്തിയേനെ. പക്ഷേ ഞങ്ങൾ ട്രെയിൻ ക്യാൻസലാക്കണമെന്ന് ബസ്സിനാണ് ഞങ്ങൾ പോയി. KSRTC സ്റ്റാൻഡിൽ നിന്നാണ് ബസ് കയറിയത് കോയമ്പത്തൂരിൽ നിന്ന് സേലം വരെ ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് ട്രെയിനിൽ പോയിട്ടോ. 1:30 തിരക്കാണ്. നമുക്കൊരു ശ്വാസം ഇടാൻ പോലും ആ ട്രെയിനിൽ ഗ്യാപ്പില്ല. അത്രയ്ക്കധികം തിരക്കായിരുന്നു. സേലത്ത് നിന്ന് നേരെ ഞങ്ങൾ ബസ് കയറിയിട്ട് ബാംഗ്ലൂർ എത്തിയ സമയമാണെങ്കിൽ 1 മണിയാണ്, പാതിര 1 മണി. അപ്പോൾ ഞങ്ങളുടെ ആൾക്കാർ ചെറുതായിട്ടൊക്കെ ചീത്തൊക്കെ പറഞ്ഞു. എന്നാലും സാരില്ലാന്ന് വിചാരിച്ചു. നമ്മൾ വരണമെന്ന് വിചാരിച്ചൊരു കാര്യമാണല്ലോ, ഒരു സന്തോഷം, ഒരു ആഗ്രഹം ഒക്കെ കൂടി കൊണ്ട് വന്നതാണ്. ഇത് എത്തിയിരിക്കണം കേട്ടോ. വെഡിങ് ബോയും അവരുടെ ഫാമിലിയും കൂടി എത്തിയിരിക്കണം. ഇനി നമുക്ക് ബ്രൈഡിനെ വരവേൽക്കണം കേട്ടോ. ഇവർ രണ്ടും ഒരുമിച്ച് നമ്മൾ പള്ളിയകത്തേക്ക് കയറ്റും. ശരിക്കും പറയാമെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കും നമ്മളിങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നുള്ള ചെറിയൊരു ഹാപ്പിനെസ്സും കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഈ ബ്രൈഡും വെഡിങ് ബോയും തമ്മിലൊരു സന്തോഷം പങ്കുവയ്ക്കാനുണ്ട്. എന്ത് രസകരമായ കാഴ്ചയാണല്ലോ അതൊക്കെ. ചെറിയ പള്ളിയാണ് കേട്ടോ, നല്ല ഐശ്വര്യമുള്ള പള്ളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പ്രയറോട് കൂടിയിട്ടുള്ള സമ്മത ചടങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ. റിങ് കൈമാറ രണ്ടാൾ ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ. ഇതാണ് ഇടവക പള്ളിയുടെ ഫ്രണ്ട് കേട്ടോ. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. മാതാവിൻ്റെ 7 വ്യാകുലങ്ങളാണ് കേട്ടോ ഇവിടെ കാണിച്ചിരിക്കുന്നത്. വ്യാകുലമേറെ സഹിച്ച നാദേ, വ്യാധികൾ പോക്കിടും മേരി മാതേ, വാനവരൊത്തിവ സ്വസ്തി ചൊല്ലി വാഴ്ത്തിട നന്മതൻ കേദാരമേ, വാഴ്ത്തിടാം നന്മതൻ കേദാരമേ. റൈറ്റ് സൈഡിൽ കാണുന്നത് കുരിശിൻ്റെ വഴിയാണ്. പാട്ട് പാടുന്ന വേറെ നല്ല മാതാവിൻ്റെ ഇത് കണ്ടപ്പോൾ ഒന്ന് ചെറുതായിട്ട് പാടുന്നത് സന്തോഷം കൊണ്ട് ആഗ്രഹം കൊണ്ടൊന്ന് പാടുന്നിട്ട് കൊള്ളാമെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ എല്ലാ കാര്യങ്ങളാണ് ഞങ്ങൾ ഒരുമിച്ച് ഹോളിലേക്ക് പോകേണ്ടത്. ഞങ്ങൾ മാതാശ്രീയും മതത്തിൻ്റെ അനീതിമാരൊക്കെ ഒരുപാട് സെറ്റ് നല്ല സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് വരേണ്ടോ. അവരോടൊപ്പം ഞങ്ങളും പോകേണ്ട ഹോളിലേക്ക്. അങ്ങനെ നമ്മൾ ഹോളിൽ തിരിക്കാനായിട്ട് പോസ്റ്റർ അടിപൊളിയുണ്ടല്ലേ, സംഭവം കിടക്കാൻ ചെയ്യും. ഇത് നമ്മൾ വെൽക്കം ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. ഇങ്ങനെയുണ്ട്, കൊള്ളാം, അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. കുറച്ച് ജ്യൂസുകളൊക്കെ ഉണ്ട്. എല്ലാം കഴിച്ചോളാനുള്ള ചിന്തയിലാണ് പോകുന്നത്. 2-3 തരം ജ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കഴിച്ചത് കരിക്കൻ ജ്യൂസാണ് കേട്ടോ. അടിപൊളിയൊക്കെ ഇട്ട് കോച്ച ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോളിലേക്ക് പോകാൻ കേട്ടോ. ഫ്രണ്ടിൽ തന്നെ ഒരു ലൈറ്റൊക്കെ സെറ്റാക്കി കേട്ടോ. അടിപൊളിയാക്കിയിട്ടുണ്ട്. വിചാരിച്ച പോലെ നല്ല കേട്ടോ. കയറി ചെല്ലുമ്പോൾ തന്നെ ബട്ടർഫ്ലൈ, വലിയൊരു ബട്ടർഫ്ലൈനോട് സെറ്റാക്കിയിട്ട് ഫോട്ടോസും കാണാതെ ഞാനും എടുത്തു. അത് എവിടെ പോയെന്ന് അറിയില്ല, ഡേറ്റ് സേവ് ആയോ ഒന്നും മനസ്സിലാവുന്നില്ല, നോക്കിയിട്ട് കാണാനില്ല. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. ചേട്ടായിസ്കാരുടെ ഉണ്ട് ഫുഡ് ഇവിടെ. ഇങ്ങനെ നമുക്കൊന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാം. ഞാൻ ആദ്യമായിട്ട് ഒരു ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ. വെജ് കഴിക്കും, നോൺ വെജ് വേണ്ടവർക്ക് നോൺ വെജ് കേട്ടോ. ഇഷ്ടംപോലെ വിഭവങ്ങളുണ്ട് കേട്ടോ. എനിക്ക് അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല ചിട്ടയിൽ നല്ല റിച്ചായിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു സെറ്റാക്കി കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്. നമുക്ക് ഓരോ ഫുഡിൻ്റെ അടുത്ത് പോകുമ്പോഴും ഓരോ ഏരിയകളിൽ പോകുമ്പോഴും നല്ല നീറ്റായിട്ടാണ് ഒരു പാക്കിങ് കാര്യങ്ങളും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിന് മുകളിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴിവിട്ടാൽ കാണാൻ നല്ലൊരു ഭംഗിയാണ്. ശരിക്കും മലയുടെ മുകളിൽ അങ്ങനെ വെള്ളം ഒഴുകി വരുന്ന ഒരു ലെവലിലാണ് അവർ സെറ്റാക്കിയത്. സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ. പക്ഷേ ടോണാക്കിയിട്ടില്ല, എന്താണെന്ന് അറിയില്ല. കുറച്ച് ടോണൊക്കെ ആയിരിക്കും വേണമെങ്കിൽ.
അങ്ങനെ എല്ലാവരും കാത്തിരുന്ന നിമിഷം എത്തിരിക്കേണ്ട ചെറുക്കിന് പെണ്ണ് അങ്ങനെ ഹോളിലേക്ക് എത്തിയിടാം. ഞാൻ പത്തിരിയും റൈസും ചിക്കൻ വറുത്തതും അങ്ങനെ ചിക്കൻ കറിയൊക്കെയാണ് എടുത്തത്. അങ്ങനെ വലിയ കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഐസ്ക്രീം കഴിച്ച് ഞങ്ങളിങ്ങനെ ഇറങ്ങാൻ നോക്കണം കേട്ടോ. സിൽക്ക് ആൻഡ് മിൽക്ക് കമ്മ്യൂണിറ്റി കലത്തൂർ ഗാർഡനിലാണ് കേട്ടോ ഹോള്. ഇവർക്ക് ഇവിടെ ഹോൾ ഒരെണ്ണമെന്നല്ല കേട്ടോ, 2-3 അങ്ങോട്ട് കാണണം കേട്ടോ. വലിയൊരു ഗാർഡനാണ്, അതിൻ്റെ ഉള്ളിലാണ് ഈ 2-3 ഹോളുള്ളത് കേട്ടോ. അടിപൊളി സ്ഥലമാണ് കേട്ടോ, വൈബ് സ്ഥലം. ഇവിടെ ഇഷ്ടം പോലെ പാർക്കിംഗ് സൗകര്യങ്ങൾ കേട്ടോ. അതുപോലെ തന്നെ വലിയൊരു ഗാർഡനാണ്, അതിൻ്റെ ഉള്ളിലാണ് 2-3 ഹോളൊക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല ഇവിടെ കോട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് സ്ഥല സൗകര്യത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇവിടെ ഇല്ല. ഞങ്ങൾ ഇവിടെ വന്ന് നൈറ്റ് വന്നിട്ട് ഹോൾഡ് ചെയ്തത് ഇവിടുത്തെ കോട്ടേഴ്സിലാണ്. ഇവിടുത്തെ കോട്ടേഴ്സിനാണ് നമ്മൾ ചർച്ചിൽ പോയതും പിന്നെ ഇവിടുത്തെ ഹോളിലേക്ക് പോയും. ഇവിടെ വേറെ കല്യാണമൊക്കെ നടന്നുകൊണ്ട് ഇവർ ഫോട്ടോ ഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കട്ടോ. 6 മണിക്കാണ് ട്രെയിൻ കേട്ടോ നാട്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു 3:45 കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങിയിട്ടോ. ഇനി ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ബുദ്ധിമുട്ടായിരിക്കും വേണ്ടെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ റോഡ് ഇറങ്ങി. അതുകൊണ്ട് യാത്രക്കാർ വളരെ സുഖകരമായിരുന്നു. അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിൽ SNW റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. വലിയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ നോക്കിയാൽ നിറച്ച ആൾക്കാരാണ് തിങ്ങി കൂടി ഇരിക്കുകയാണ്. കാരണം ട്രെയിൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും എനിക്കറിയില്ല. ജസ്റ്റ് ഒരു ടോക്ക് പറഞ്ഞാണ്. പിന്നെ നോക്കി ട്രെയിനോട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളിയുണ്ടല്ലേ, ഭയങ്കര സംഭവമായിട്ട്. പിന്നെ വലിയ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ. പിന്നെ നോക്കി നമ്മൾ എടുക്കാതെ നമ്മുടെ ദേശീയ പതാക അങ്ങനെ പറക്കണണ്ട. എന്തൊരു ഭംഗിയത് കാണാനല്ലേ. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. അനിയത്തിയും എൻ്റെ മോളോട് കാത്തുക്കാൻ കേട്ടോ. ഞാൻ ദേശീയ പതാക കണ്ടപ്പോൾ നോക്കി പോയി. അവർക്ക് ചിലപ്പോൾ എൻ്റെ ഒരു ദേഷ്യം തോന്നില്ലാതിരിക്കാം, വലിയ കുഴപ്പമില്ല, ഗൈസ് നമുക്ക് പോകാം. പക്ഷേ വലിയ റെയിൽവേ സ്റ്റേഷനുണ്ട് SNW, അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അധികം തിക്കുന്നതിരക്കാരോടൊന്നുമില്ല, എൻ്റെ ഒരു ഫ്രണ്ടിൽ നന്നായിട്ടുണ്ട്. ഇവിടെ പ്ലാറ്റ്ഫോമുകൾ നന്നായി തിരിച്ച കാരണം കൊണ്ടാണ് തിക്കുന്നതിരക്കൊന്നും ഇല്ലാത്തത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങൾ ട്രെയിൻ കാരണം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ വീട്ടിലേക്ക് പിള്ളേർ നോക്കിയിരിക്കാം, അമ്മ എന്തുകൊണ്ടുവരും എന്നുള്ള ചിന്തയിൽ നമ്മുടെ കുഞ്ഞുമക്കൾ രണ്ടാളുണ്ടല്ലോ, സോണി മസിബുട്ടൻ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും വാങ്ങേണ്ടതെന്ന് വിചാരിച്ച് നമ്മൾ പ്ലാറ്റ്ഫോമിലും തപ്പി നടന്നു. അപ്പോൾ അതുകൊണ്ട് വൈകിപ്പോയി. ഇതാണ് ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം. ഞങ്ങൾ ഇരുന്ന് പോകണം, ഒരാൾക്ക് കിടക്കാം, നല്ല ലെവലിൽ മാത്രമാണ് സീറ്റൊക്കെ കിട്ടിയിരിക്കണം. അങ്ങനെ എന്താവും എന്നുള്ളൊരു ഐഡിയ ഇല്ല കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.